ഹായ് ഫ്രണ്ട്സ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഹരിശങ്കർ ഓൺ ഡ്യൂട്ടി, ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ആദ്യത്തെ മൂവി. ഒരുപാട് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസറായിട്ടൊക്കെ. നായേട്ടൻ എന്ന പടത്തിൽ ഗംഭീര പെർഫോമൻസ്, SIS CA ആയിട്ട് അഭിനയിച്ചെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. കിഡ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇരട്ട എന്ന പടത്തിലുണ്ട്. ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടം മാർട്ടിൻ പ്രക്കാട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ ഡയറക്റ്റഡ് മൂവീസ്. ഒരുപാട് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള മൂവിയാണ്. ആളെന്നറിയാം, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ആളോടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷാഹി കബീർ ഇസ് എ റൈറ്റർ. ഈ പടം ജോസഫ് നായാട്ടൊക്കെ എഴുതിയിട്ടുള്ള ചേട്ടൻ. പക്ഷെ ഗംഭീര ടീമാണ് ഈ പടത്തിൽ. അതുപോലെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത്, ക്യാമറ, ജെയ്ക്സ് ജോയ് ആണ് ഇതിൻ്റെ മ്യൂസിക്. കിഡ് മ്യൂസിക് എന്ന് വെച്ചാൽ കുഞ്ചവനെ കാണിക്കുന്ന ഒരു ഇൻട്രോയിൽ തന്നെ നമ്മളത് വിറപ്പിച്ചിട്ടുണ്ട്. പടം തുടങ്ങി 2 മണിക്കൂർ 19 മിനിറ്റ് BGM വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടം. സിനിമോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല. നമ്മുടെ കണ്ണൂർ സ്കോഡിൻ്റെ സംവിധായകൻ്റെ അനിയൻ, എന്താ പേര്, റോബിൻ രാജ് എന്തോ സിനിമ, അത് നോക്കിയിട്ട് പറയാം കറക്റ്റ്. അപ്പോൾ എനിവേ ഗംഭീര ടെക്നിക്കൽ ഗ്രൂപ്പ്. പിന്നെ എഡിറ്റ് ചെയ്തുള്ളത് ചമ്മൻ ചാക്കോ. പിന്നെ പെർഫോമൻസുകൾ, ഡയറക്ടർ മൂവിയാണ് ഈ പടം. ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഈ പടത്തിൽ കാണാൻ പറ്റും. കുഞ്ചാക്കോ ബോബൻ്റെ അതിഗംഭീര പെർഫോമൻസ്. അതിഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വിളയാടിയിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ടാലൻറ്റ് ആക്ടർ എന്ന് ആൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 5ാമതിലേക്ക് ശേഷം ഇറ്റ്സ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ആളൊരു പോലീസ് ഓഫീസറാണ്, ആളൊരു അച്ഛനാണ്. അതിലൂടെ ആ ഒരു കണ്ടന്റിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പടം. ആൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതാളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് മൂവീസ് നമ്മൾ പല തരത്തിലുള്ള മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഈ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രഗ് മാഫിയ, ബാംഗ്ലൂർ കണക്ഷൻ വെച്ചിട്ടുള്ള ഡ്രഗ് മാഫിയ കേരളത്തിലെത്തുന്ന അവിടെ ഉണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ പടം. ഒരു 3 ആളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് അവസാന കഥയിൽ കണക്ഷൻ കൊണ്ടുവരുന്ന രീതിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല. അത് ഫാമിലി ലൈഫിനെ ബാധിക്കുന്നു. അപ്പോൾ ഒരു ഡയലോഗ് വരുന്ന പോയിന്റാണ് ഞാൻ പറഞ്ഞത്, അയാൾ പോലീസ് മാത്രമല്ല ഒരു അച്ഛനും കൂടിയാണെന്ന്. അത് ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. ഈ ടൈപ്പ് ഓഫ് മൂവീസൊക്കെ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 മണിക്കൂർ 20 മിനിറ്റ് നേരം ഒരു ബോറടി ഇല്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അതിഗംഭീര മൂവി. ഇതിൽ ഓരോ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയണം. അതുപോലെ പ്രിയാമണി ഇവർ തമ്മിലുള്ള കോംബോ ഒക്കെ ഭയങ്കര രസമാണ്. ഇതിലൊരു ഫാമിലി ആയിട്ട് കണക്ഷൻ വരുന്ന കുറച്ച്, ഇതൊരു ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ മൂവി ഗണത്തിൽപ്പെടുന്നൊരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളും കുറച്ചുണ്ട്. പക്ഷെ കുറേ ഇമോഷൻസ് ഇവർ തമ്മിലുള്ള സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രസമായിട്ട് തീർന്നു. രണ്ടാളുള്ള ഒരുമിച്ചുള്ള സീനുകളിലെ കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ട്. പിന്നെ ഇവരൊരു മകളുടെ റോള് മീനാക്ഷിയാണ് നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ റോളുണ്ട്, അത് അതിഗംഭീരമായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ കുട്ടി. ഒരു ജഗദീഷ് ഏട്ടൻ കുറച്ച് നാളായിട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നൊരു ആളൊരു അച്ഛൻ്റെ റോളാണ് ചെയ്യുന്ന. ആളുടെ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട് ഈ പടത്തിൽ. 3 ഫാമിലിനെ ബാധിക്കുന്നൊരു മാറ്ററായിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഫാദറാണ് ജഗദീഷ്. അത് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വിശാഖ് നായർ പടത്തിലെ വില്ലനെന്ന് എല്ലാവർക്കും അറിയാം. ട്രെയിലർ കണ്ട സംഭവം ഇയാൾ അഴിഞ്ഞാടിയിരിക്കുകയാണ്. വിശാഖ് നായർ അവരുടെ ടീമിലുള്ള ഒരു 6 പേര് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. വിശാഖ് നായർ വേറെ ലെവൽ സാധനമാണ്. ആ സംസാരം വില്ലെന്ന് പറഞ്ഞാണല്ലോ, നായകനോ കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനാണ്, ഒരു രക്ഷയില്ല. അതുപോലെ റംസാൻ മുഹമ്മദിന്റെ ക്യാരക്ടർ, ആള് ഓരോ പടങ്ങൾ കഴിയും തോറും നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനോജ് KU എൻ്റെ ക്യാരക്ടർ സൂപ്പറാണ്. ആളൊരു പോലീസ് ഓഫീസർ റോളാണ്. ആള് ജഗദീഷ്, മനോജ് KU, അതുപോലെ തന്നെ ഒരു ഓഫീസർ ഉണ്ട് കുഞ്ചാക്കോ. ഇവരുടെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ കടന്നു പോകുന്ന ഒരു മൂവിയാണ്. നല്ല ത്രില്ലർ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണക്ഷൻ കൊണ്ടുവരുന്ന ഒരു ഇൻ്റർവെലിന് ശേഷം അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻ്റർവെലിന് ശേഷം ഒരു ബാംഗ്ലൂർ യാത്രയുണ്ട്. അവിടെ നിന്ന് പടം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, അവിടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ കട്ടയ്ക്കുള്ള വില്ലന്മാരും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കാണേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ മൂവി. അതിഗംഭീരമായിട്ട് മേക്കിങ്ങും വേറെ ലെവലാണ്. അതുപോലെ പെർഫോമൻസുകൾ ടെക്നിക്കലൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഗംഭീര പടം. ഇതൊരു വലിയൊരു ടീം വർക്കിൻ്റെ വിജയം കൂടിയാണ്. ഓൾ പെർഫോമൻസ് ഇതിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറയും. പിന്നെ കുഞ്ചാക്കോന്റെ SI റോള് ചെയ്തിട്ട് ഷാഹുൽ, ആളുടെ പേര് എനിക്കറിയില്ല, പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്. ആള് കിടുവാണ്. പിന്നെ ഇതിലെല്ലാവരും കേട്ടോ, ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ല ചെറിയ റോളായാലും നല്ല സ്പേസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് അവരെല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അപ്പോൾ 2021 ആദ്യത്തെ ത്രില്ലർ മൂവി
യാതൊരു സംശയം വേണ്ട. രാഗചിത്രത്തിന് ശേഷം അടുത്തൊരു ത്രില്ലർ വിവാദത്തിൽപ്പെടുന്നൊരു മൂവി. ഇൻവെസ്റ്റിഗേഷനല്ല, ഇതിൽ ത്രില്ലറാണ്. രക്ഷയില്ല, പോയി കാണുക, ടിക്കറ്റ് എടുക്കുക. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ബൈ.